नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 851. പരമപുരുഷനായ കൃഷ്ണന് സ്വാഭാവികമായും ഭക്തന്മാരോടു അളവറ്റ വാത്സല്യമുണ്ട്. ശ്രുതദേവന്റെ നിർമ്മല ഭക്തിയോടെയുള്ള പ്രാർത്ഥന കേട്ട് അദ്ദേഹം അത്യധികം സന്തുഷ്ടനായി. ഉടനെ ബ്രാഹ്മണന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട ശ്രുതദേവ, ഈ മഹർഷിമാരും പുണ്യാത്മാക്കളുമൊക്കെ നിന്നെ കാണാൻ ഇവിടെ വന്നത് അവരുടെ അളവറ്റ ദയാവായ്പു മൂലമാണ്. നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ അവർ കരുണ കാണിച്ചു. പോകുന്നിടത്തൊക്കെ കേവലം തങ്ങളുടെ പാദരേണുക്കളുടെ സ്പർശം കൊണ്ടു തന്നെ അവർ ആ അന്തരീക്ഷമാകെ ആത്മജ്ഞാനം പോലെ പവിത്രമാക്കി തീർക്കുന്നു. ആളുകൾ ക്ഷേത്രദർശനം നടത്താറുണ്ട്, തീർത്ഥാടനം നടത്താറുണ്ട്. ഇത്തരം പ്രവർത്തികളിലൂടെ സുദീർഘമായ സമ്പർക്കം കൊണ്ട്, അതായതു സ്പർശം കൊണ്ടും ആരാധന കൊണ്ടും ക്രമേണ അവർ വിശുദ്ധരായി തീരുന്നു. എന്നാൽ ഇവരെ പോലുള്ള മഹർഷിമാരുടെയും പുണ്യാത്മാക്കളുടെയും ദർശനം കൊണ്ടുതന്നെ ഒരുവൻ പൂർണ്ണമായും വിശുദ്ധനായി തീരുന്നു. അത്രയ്ക്കു ഗംഭീരമാണ് അവരുടെ സ്വാധീന ശക്തി. അതിനു പുറമെ തീർത്ഥാടനത്തിൻ്റെയും ദേവാരാധനയുടെയും അതേ വിമലീകരണശേഷി ഈ പുണ്യാത്മാക്കളുടെ കാരുണ്യം കൊണ്ടു കൈവരിക്കുകയും ചെയ്യും. ഒരു തീർത്ഥാടന കേന്ദ്രം പവിത്രമായി തീരുന്നത് അവിടെ ഇത്തരം പുണ്യാത്മാക്കളുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ശ്രുതദേവ, ബ്രാഹ്മണനായി ജനിക്കുമ്പോൾ തന്നെ ഒരുവൻ മറ്റു മനുഷ്യരെക്കാളൊക്കെ ശ്രേഷ്ഠനായി തീരുന്നു. അങ്ങനെയുള്ള ബ്രാഹ്മണൻ ബ്രാഹ്മണധർമ്മമനുസരിച്ച് ആത്മസംതൃപ്തനായി തപോനുഷ്ഠാനങ്ങളോടെ വേദാഭ്യാസനം നടത്തി നമ്മുടെ ഭക്തിയുത സേവനത്തിൽ നിരതനായാൽ, അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബ്രാഹ്മണൻ വൈഷ്ണവനായി തീർന്നാൽ എത്ര അത്ഭുതകരമായിരിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വം. നമ്മുടെ ചതുർബാഹുവായ നാരായണ രൂപം ഒരു ബ്രാഹ്മണ വൈഷ്ണവനു തുല്യം നമുക്കു പ്രീതിയരുളുന്നില്ല. ബ്രാഹ്മണൻ എന്നാൽ തികഞ്ഞ വേദജ്ഞാനി എന്നാണർത്ഥം. ബ്രാഹ്മണൻ പൂർണ്ണജ്ഞാനത്തിൻ്റെ സവിശേഷ മുദ്രയാണ്. എല്ലാ ഈശ്വരന്മാരിലും വച്ച് പൂർണ്ണത വന്ന പ്രത്യക്ഷമാണു നാം. അല്പബുദ്ധികൾ നമ്മെ ഉത്തമജ്ഞാനമായി അറിയുന്നില്ല. ബ്രാഹ്മണ വൈഷ്ണവന്റെ സ്വാധീനശക്തിയും അവനറിഞ്ഞുകൂടാ. ഭൗതിക പ്രകൃതിയുടെ
ത്രിഗുണങ്ങൾക്കു വിധേയരായി അവർ നമ്മെയും നമ്മുടെ നിർമ്മല ഭക്തന്മാരെയും വിമർശിക്കാൻ ധൈര്യപ്പെടുന്നു. ഒരു ബ്രാഹ്മണ വൈഷ്ണവന് അഥവാ ബ്രാഹ്മണ്യ വിധാനത്തിലുള്ള ഒരു ഭക്തന് നമ്മെ അവൻ്റെ ഹൃദയത്തിനുള്ളിൽ സാക്ഷാത്കരിക്കാനാകും. അതിൻ്റെ ഫലമായി ഈ പ്രപഞ്ച പ്രത്യക്ഷവും അതിൻ്റെ വിവിധ രൂപങ്ങളും ഭഗവാന്റെ വിവിധ ശക്തികളുടെ പ്രഭാവങ്ങളാണെന്നു മനസ്സിലാക്കാനും അവനു സാധിക്കും. അങ്ങനെ ഈ മുഴുവൻ ഭൗതിക പ്രകൃതിയെയും മൊത്തം ഭൗതിക ശക്തിയെക്കുറിച്ചും അവനു വ്യക്തമായ ഒരു ബോധമുണ്ട്. അതിനാൽ ഓരോ പ്രവൃത്തിയിലും അത്തരമൊരു ഭക്തൻ നമ്മെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്നിനെയും കാണുന്നില്ല. ഹരേ കൃഷ്ണ.